എന്തൊരു നാണക്കേടാണ് നോബിൾ. എന്താണ് സംഭവിച്ചതെന്ന് രാജ്യം മുഴുവൻ കാണുകയാണ്. ഇത് തത്സമയം സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങളിലൂടെ സ്റ്റോപ്പ് എന്ന് സോണിയാഗാന്ധി പറയുന്നത് വളരെ വ്യക്തമാണ്. ഖർഗെയും അസ്വസ്ഥനായിരുന്നു, രാഹുൽ ഗാന്ധിയും അസ്വസ്ഥനായി നോക്കുന്ന ദൃശ്യം നമുക്കതിൽ വ്യക്തമാണ്. എന്നിട്ട് കസേര കൊണ്ടുവരാനാണ് പറഞ്ഞെന്നുള്ള പരിഹാസ്യമായ പ്രതികരണമാണ് ഇതിൽ ജയറാം രമേശ് നടത്തിയിരിക്കുന്നത്. മറ്റു നേതാക്കളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ നോബിൾ? അരുൺ, ദില്ലിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യ ആഘോഷങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പവൻ ഖേരയുടെ പ്രതികരണവും വരുന്നുണ്ട്. പവൻ ഖേരയും പറയുന്നത് കോൺഗ്രസിന്റെ ഗാനമാണ്, വന്ദേമാതരം ആരും തടഞ്ഞില്ല എന്ന് ജയറാം രമേശ് പറയുന്നു. വന്ദേമാതരം തടഞ്ഞു എന്നുള്ള വാദത്തിലേക്ക് പോകുന്നു എന്ന മട്ടിലാണ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുക എന്നുള്ള കോൺഗ്രസിന്റെ നിലപാടല്ല. കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞിട്ടും അവിടെ മുഴുവനായി ആലപിച്ചതിന് പിന്നിൽ ആരാണ് ആ സംഘാടനം നടത്തിയതെന്ന ചോദ്യം അവിടെ വരുമ്പോൾ നോബിൾ, ഇപ്പോൾ പവൻ ഖേരയും ഇത് കോൺഗ്രസിന്റെ ഗീതം എന്നുള്ള പരിഹാസ്യമായ പ്രതികരണമൊക്കെ ആയി വരികയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് പാർലമെന്റിൽ എതിർത്തത്? സ്മൃതി, പ്രസക്തമായ ചോദ്യമാണ്. പിന്നെ എന്തിനാണ് പാർലമെന്റ് ഇത്ര ബുദ്ധിമുട്ടി ഈ വിഷയത്തെ എതിർത്തതെന്ന ചോദ്യം നമുക്ക് നിരന്തരം ചോദിക്കേണ്ടി വരും. അത് മാത്രമല്ല, സംസ്ഥാനത്തൊക്കെ വലിയ നിലപാടുകൾ ഇക്കാര്യത്തിൽ പലരും പറയുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ സംസ്ഥാനത്ത് പോലും മുഴുവനായി ആലപിക്കുന്ന സാഹചര്യം ഇല്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ദേശീയ ആസ്ഥാനത്ത് മുഴുവൻ ആലപിച്ച് ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്ന നിലപാട് എടുത്തത് എന്നൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. എന്താണെങ്കിലും ഇതിൽ പറയുന്ന ഓരോ ന്യായീകരണവും വിചിത്രമാണ് എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. കാരണം സോണിയാഗാന്ധി കൈകൊണ്ട് കാണിച്ച് ഇത്തരത്തിൽ ഒരു ഈ നിർത്താൻ ആവശ്യപ്പെട്ടില്ലെന്ന് വെച്ചപ്പോൾ ഇതിൽ ജയറാം രമേശ് വ്യക്തമാക്കിയത് ആരും തടഞ്ഞില്ല എന്നാണ്. സോണിയാഗാന്ധി ആക്ഷൻ കാണിച്ചത് കസേര കൊണ്ടുവരാൻ കോൺഗ്രസ് അധ്യക്ഷൻ കുറേ നേരമായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കസേര വേണമെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് എന്നാണ് ഇതിൽ ജയറാം രമേശ്, കോൺഗ്രസിനെ പോലെ ഇത്രയും മുതിർന്ന നേതാവ്, മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആൾ, അത്തരത്തിലുള്ള ഒരാളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് എന്താണെങ്കിലും വെട്ടിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും വലിയൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുകയും ഇതിനുവേണ്ടി വലിയ തരത്തിൽ വാദങ്ങൾ ഉയർത്തുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും വന്ദേമാതരം ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത്, പ്രത്യേകിച്ച് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം മതി എന്നതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് ചർച്ചകളിലൊക്കെ നേതാക്കൾ നിരന്തരം പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ, അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് അതിന്റെ ദേശീയ ആസ്ഥാനത്ത് ഇന്നിപ്പോൾ വന്ദേമാതരം മുഴുവൻ ആലപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായും രാഷ്ട്രീയമായി ഏറ്റവും തിരിച്ചടി മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുടന്തൻ ന്യായങ്ങളൊക്കെ പറയുന്നത്. വളരെ ആകാംക്ഷയുടെ വലിയ തരത്തിൽ പരിഹാസം ഏറ്റുവാങ്ങുന്ന മറുപടിയാണ് ജയറാം രമേശൊക്കെ പറഞ്ഞതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കസേര കൊണ്ടുവരാനാണ് സോണിയാഗാന്ധി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് നേരിട്ട് കാണുന്ന ആളുകളാണ്. നമുക്ക് കാണാൻ കഴിയും സോണിയാഗാന്ധിയുടെ ആക്ഷൻ എന്താണെന്ന്. ആ ആക്ഷനിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അത് മല്ലികാർജ്ജുൻ ഖാർഗെയോട് പറയുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയോട് പറയുന്നു. സോണിയാഗാന്ധി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ വീഡിയോ കാണുന്ന, ആ ദൃശ്യം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ജയറാം രമേശ് എന്താണ് സോണിയാഗാന്ധിയുടെ സംഘാടകരോട് തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. സ്റ്റോപ്പ് എന്ന് കൃത്യമായി കൈ ആക്ഷൻ മാത്രമല്ല പറയുന്നുണ്ട്. സ്റ്റോപ്പ് എന്ന് സോണിയാഗാന്ധി പറയുന്നത് നമുക്ക് കേൾക്കാം. സോണിയാഗാന്ധി കസേര കൊണ്ടുവരാൻ പറഞ്ഞാണെന്നുള്ള പരിഹാസ്യമായ ന്യായീകരണവുമായി എത്തിയിരിക്കുന്ന ജയറാം രമേശാണ്. ഇപ്പോൾ പവൻ ഖേരയും അത്തരം പ്രതികരണം നടത്തുകയാണ്. കൂടുതൽ നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസിന്. AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു.